നമ്മളിന്ന് നോക്കാൻ പോണത് 2010 മോഡൽ R1 ക്രോസ് പ്ലേൻ്റെ കുറച്ച് ഇഷ്യൂസാണ്. ഇപ്പം എൻ്റെ ഈ ഒരു വണ്ടിയിൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അതുപോലെ തന്നെ നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഫാനും ചെറിയൊരു ഇഷ്യൂ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ മെയിനായിട്ട് വരുന്നത് ഈ കാണുന്ന ഈ റിലേ ആണ് ഹെഡ്ലൈറ്റിൻ്റെ റിലേ. ഇത് നമ്മുടെ ഫ്ലാഷർ യൂണിറ്റാണ് ഇൻഡിക്കേറ്ററിൻ്റെ. അതുപോലെ ഈ കാണുന്ന ഈ വൈറ്റ് കണക്ടറാണ് ഹെഡ്ലൈറ്റിലേക്ക് പോകുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ വയറാണ് ഈ കാണുന്നത്. ഈ റെഡ് വയറില്ലേ, ചില വണ്ടികളിൽ കോമൺ ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ റെഡ് വയറിൻ്റെ ഈ ഒരു പോർഷൻ വേണമായിട്ടിരിക്കും. അങ്ങനെ ഇഷ്യൂസൊക്കെ വന്നാലും ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യാതിരിക്കും. പിന്നെ വരുന്ന ഈ ഒരു റിലേ കംപ്ലൈൻറ്റ് വന്നാലും ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യാതിരിക്കും. അപ്പം എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. ഞാൻ റിലേ ചേഞ്ച് ചെയ്ത് നോക്കി. റിലേ നമുക്ക് പുറത്ത് 2500 ആ റേറ്റൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് റൂട്ട്സിൻ്റെ മൈക്രോ റിലേ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബജാജ് ഓട്ടോറിക്ഷന് മറ്റേ ഗ്യാസ് വണ്ടി വരുന്നുണ്ടല്ലോ, ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് റിലേ സെയിം തന്നെയാണ്. അതൊരു 95 രൂപ 100 രൂപയ്ക്ക് ആ സാധനം കിട്ടും. അത് മേടിച്ചിട്ടിട്ടും ക്ലിയർ ആയില്ല. ഇതിനകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഴയ റിലേ തന്നെ ഇപ്പോൾ ഞാൻ അത് കണക്ട് ചെയ്തത്. റിലേയുടെ ഇഷ്യൂ അല്ലായിരുന്നു. ഇതിൻ്റെ ഇഷ്യൂ വന്നിരുന്നത് എനിക്ക് ഇതുണ്ടോ, ഈ കേബിൾ ഇവിടെ നിന്ന് പോയിട്ട് ഈ രണ്ട് ഹെഡ്ലൈറ്റിലേക്ക് സ്പ്ലിറ്റ് ആവണ ഈ രണ്ട് കേബിളുണ്ടോ, ഇതിൻ്റെ എൻഡ് കണക്ട് ചെയ്തേക്കണത് അതിൻ്റെ ഉള്ളിലായിട്ടൊരു കണക്ടറുണ്ട്. ദിസ് വൺ അല്ല, ഈ ഒരു കണക്ടർ ലൂസായിരുന്നു. ഈ ഒരു കണക്ടറിൻ്റെ ഈ ഒരു സൈഡിൽ എവിടെയോ ഒരു ലൂസ് ഉണ്ട്. ജസ്റ്റ് ഇതൊന്ന് നനക്കി കഴിഞ്ഞപ്പോൾ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അതായിരുന്നു എൻ്റെ ഇഷ്യൂ. പിന്നെ സെക്കൻഡ് ഇഷ്യൂ പറഞ്ഞത് നമ്മുടെ റേഡിയേറ്റർ ഫാൻ്റെ ഇഷ്യൂ. നമ്മൾ റൈറ്റ് സൈഡ് ഊരിക്കഴിഞ്ഞിട്ടുണ്ടെന്നെങ്കിൽ കണ്ടോ, ഇങ്ങനെ ഒരു റിലേ ഇവിടെ കിടപ്പുണ്ടാവും. ഇത് ഈ ECUവിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ റിലേ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിലേയുടെ ഇഷ്യൂ കൊണ്ടായിരുന്നു എനിക്ക് റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യാതിരുന്നത്. അതുപോലെ തട്ട് കൊടുത്തപ്പോൾ അത് വർക്ക് ചെയ്തു. സം ടൈം എന്തെങ്കിലും വല്ല ലൂസ് കോണ്ടാക്റ്റോ കാര്യങ്ങളൊക്കെ വന്നായിരിക്കും. ഇത്രയും പഴയ വണ്ടിയല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. ഇംഗ്ലീഷുകാരുടെ വീഡിയോ ഒക്കെ നോക്കിയിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരെങ്കിലും അറിവുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന R1 വരുന്ന ഇഷ്യൂസ്. പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇഷ്യൂ കാണിക്കും. അത് ബാറ്ററി ഡൗൺ ആണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിങ്ങിൻ്റെ ഇഷ്യൂ കാണിക്കും കേട്ടോ. സ്റ്റാർട്ടർ റീൽ എടുക്കാത്ത പോലെ കാണിക്കും. 2-3 പ്രാവശ്യം ഓൺ ചെയ്ത് ഓഫ് ചെയ്യുമ്പോഴേക്ക് എടുക്കണ പോലെ കാണിക്കും. പക്ഷെ അത് ബാറ്ററിക്ക് ചാർജ് ഇല്ലെങ്കിലും ആ ഒരു ഇഷ്യൂ കാണിക്കും. അപ്പോൾ ക്രോസ് പ്ലെയിൻ എഞ്ചിനിൽ കണ്ടുവരുന്നൊരു ചെറിയ കുറച്ച് പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നമുക്കത് പുറത്ത് കൊണ്ടേ പണിയാന്നൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തും ചിലപ്പോൾ ചെയ്തില്ല. അപ്പോൾ സ്വന്തമായിട്ട് കുറച്ച് പണികൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ കുറച്ച് ഇഷ്യൂസൊക്കെ നമുക്ക് തന്നെ ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ ഇനിയും വരും. അപ്പോൾ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, ബൈ.